പലപ്പോഴും വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെക്കാറുണ്ട്. നമ്മുടെ സ്വന്തം ഗ്രഹമായ ഭൂമിക്ക് ചുറ്റുമുള്ള ബഹിരാകാശം ശാസ്ത്രജ്ഞർക്ക് എന്നും പഠന വിധേയമായ ഒരു രഹസ്യമാണ്. ഈയിടെ ആ ബഹിരാകാശ നിരീക്ഷണങ്ങളിൽ ഏറ്റവും കൗതുകകരമായ ഒരു കണ്ടെത്തൽ പുറത്തു വന്നിരിക്കുന്നു. 2025 PN7 എന്ന ക്ഷുദ്രഗ്രഹം, അതായത് ആസ്ട്രോയിഡ്, ഇപ്പോൾ ഔദ്യോഗികമായി അർജുന എന്ന നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതൊരു പുതിയ പ്രതിഭാസമല്ല, മറിച്ച് 1960കൾ മുതൽ നമ്മുടെ ഗ്രഹത്തെ നിശബ്ദമായി പിന്തുടരുന്ന ഒരു ആകാശ സഞ്ചാരിയാണ് ഈ അർജുന. ഇതൊരു യഥാർത്ഥ ഉപഗ്രഹമല്ലെങ്കിലും ഭൂമിയോടൊപ്പം സൂര്യനെ ചുറ്റുന്ന അതിൻ്റെ പ്രത്യേക ഭ്രമണപഥം കാരണം പതിറ്റാണ്ടുകളായി ഇത് നമ്മുടെ ഗ്രഹത്തിൻ്റെ ഒരു നിഴൽ പോലെ നിലകൊള്ളുന്നു. ഭൂമിയുടെ ഈ പുതിയ സഹയാത്രികൻ എന്താണ്? ഇത് എങ്ങനെയാണ് നമ്മെ പിന്തുടരുന്നത്? എന്തുകൊണ്ട് ഇത് ഇത്രയും കാലം നമ്മുടെ കണ്ണിൽ പെടാതെ പോയി തുടങ്ങിയ ചോദ്യങ്ങൾ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. സൗരയൂഥത്തിൽ കോടിക്കണക്കിന് ആസ്ട്രോയിഡുകൾ നിലകൊള്ളുന്നുണ്ട്. ഇവയിൽ ഭൂരിഭാഗവും ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിലുള്ള ആസ്ട്രോയിഡ് ബെൽറ്റിലാണുള്ളത്. എന്നാൽ ചില ക്ഷുദ്രഗ്രഹങ്ങൾ ഗ്രഹങ്ങളുടെ അടുത്തേക്ക് വന്ന് അവയുടെ ഭ്രമണപഥവുമായി ബന്ധപ്പെട്ട് പ്രത്യേക സഞ്ചാര രീതികൾ പിന്തുടരുന്നു. അത്തരത്തിലുള്ള ഒരു വിഭാഗമാണ് അർജുന ഉൾപ്പെടുന്ന ക്വാസി സാറ്റലൈറ്റുകൾ. യഥാർത്ഥ ഉപഗ്രഹങ്ങൾ ഒരു ഗ്രഹത്തിൻ്റെ ഗുരുത്വാകർഷണ വലയത്തിൽ സ്ഥിരമായി ബന്ധിക്കപ്പെട്ട് ഗ്രഹത്തെ നേരിട്ട് ചുറ്റിക്കറങ്ങുന്നവയാണ്. എന്നാൽ ക്വാസി സാറ്റലൈറ്റുകൾ അങ്ങനെയല്ല. അവ പ്രധാനമായും സൂര്യനെയാണ് ചുറ്റുന്നത്. സൂര്യനെ ചുറ്റുമ്പോൾ അവയുടെ ഭ്രമണകാലം ഭൂമിയുടെ ഭ്രമണകാലത്തിന് തുല്യമായിരിക്കും. ഇത് കാരണം ഭൂമിയുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഈ ക്ഷുദ്രഗ്രഹം ഭൂമിയെ ഒരു വലിയ ദീർഘവൃത്താകൃതിയിലോ കുതിരപ്പന്തൽ, അതായത് ഹോഷു രൂപത്തിലോ ചുറ്റിക്കറങ്ങുന്നതായി തോന്നും. അർജുനയുടെ കാര്യത്തിൽ ഇത് ഭൂമിയുമായി ഒരു പ്രത്യേക ഓർബിറ്റൽ ഡ്യുവറ്റ് നടത്തുകയാണ്. ഏകദേശം 60 വർഷത്തിലധികമായി ഭൂമിയുടെ ഭ്രമണപഥത്തിന് സമാന്തരമായി, എന്നാൽ അതിൽ നിന്ന് അല്പം അകലത്തിൽ ഇത് നമ്മെ അനുഗമിക്കുന്നു. ഇതൊരു തരം നൃത്തം പോലെയാണ്. ഭൂമി മുന്നോട്ട് പോകുമ്പോൾ അർജുന പിന്നാലെ എത്തുന്നു. പിന്നീട് ഭൂമിക്ക് മുന്നിൽ അല്പം സഞ്ചരിച്ച ശേഷം വീണ്ടും പിന്നിലേക്ക് മാറുന്നു. സൂര്യനുമായുള്ള ഗുരുത്വാകർഷണ ബലവും ഭൂമിയുടെ സ്വാധീനവും ചേർന്നാണ് ഈ സങ്കീർണമായ സഞ്ചാരപാത നിർണ്ണയിക്കുന്നത്. അർജുനയുടെ ഈ നിശബ്ദ സാന്നിധ്യം ഏറ്റവും കൗതുകകരമായ വിഷയമാണ്. 1960കൾ മുതൽ ഈ ക്ഷുദ്രഗ്രഹം നമ്മോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് അത് ഇപ്പോൾ മാത്രം കണ്ടെത്തപ്പെട്ടത്? ഇവിടെ ശ്രദ്ധേയമായത് ക്ഷുദ്രഗ്രഹത്തിൻ്റെ വലുപ്പവും ഘടനയുമാണ്. താരതമ്യേന ചെറുതോ ഇരുട്ടതോ ആയ ആകാശ വസ്തുക്കൾ ദശലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് കണ്ടെത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 1960കളിലും 70കളിലും ബഹിരാകാശ നിരീക്ഷണ സാങ്കേതിക വിദ്യകൾ ഇന്നത്തേതുപോലെ വികസിച്ചിരുന്നില്ല. എന്നാൽ ആധുനിക സർവേ ടെലിസ്കോപ്പുകളും മെച്ചപ്പെട്ട കമ്പ്യൂട്ടേഷണൽ മോഡലുകളും ഇന്ന് ശാസ്ത്രജ്ഞർക്ക് അത്തരം ചെറിയ വസ്തുക്കളുടെ ചലനങ്ങൾ പോലും കൃത്യമായി പ്രവചിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ്. 2025 PN7 എന്ന നിരീക്ഷണത്തിലൂടെ ലഭിച്ച ഡാറ്റ മുൻകാല ഭ്രമണപഥ വിശകലനത്തിനായി ഉപയോഗിച്ചപ്പോഴാണ് അതിൻ്റെ സഞ്ചാരപാത അരനൂറ്റാണ്ടിലേറെയായി ഭൂമിയുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തെളിഞ്ഞത്. ഇത്തരം ക്ഷുദ്രഗ്രഹങ്ങൾ ഒരു ഗ്രഹത്തിൻ്റെ ക്വാസി സാറ്റലൈറ്റായി നിലനിൽക്കുന്നത് അസ്ഥിരമായ, അതായത് ഒരു അൺസ്റ്റേബിളായ ബന്ധമാണ്. ഗുരുത്വാകർഷണ ബലങ്ങളുടെ ചെറിയ വ്യതിയാനങ്ങൾ പോലും ഈ ബന്ധം തകർക്കാൻ സാധ്യതയുണ്ട്. അർജുനയുടെ ക്വാസി സാറ്റലൈറ്റ് പദവി ഏതാനും പതിറ്റാണ്ടുകൾ കൂടി നിലനിന്നേക്കാം. അതിനുശേഷം അതൊരു സാധാരണ ക്ഷുദ്രഗ്രഹമായി വീണ്ടും സൗരയൂഥത്തിലേക്ക് അലഞ്ഞു തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം അതിനെ പൂർണ്ണമായും പിടിച്ചെടുത്തിട്ടില്ല എന്നതിനാലാണ് ഈ അൺസ്റ്റെബിലിറ്റി. അർജുനയെ പോലുള്ള നിയർ എർത്ത് ആസ്ട്രോയിഡുകൾ കണ്ടെത്തുന്നതിൽ ശാസ്ത്രജ്ഞർ അതീവ ശ്രദ്ധ പുലർത്തുന്നത് എന്തിനാണ്? അർജുന ഭൂമിയോട് ഇത്ര അടുത്ത് കടങ്ങുന്നു എന്നത് ഒരു സുരക്ഷാ ഭീഷണിയാണോ? നിയർ എർത്ത് ആസ്ട്രോയിഡുകളുടെ പഠനം പ്രധാനമായും 2 കാരണങ്ങളാലാണ്. ഒന്ന്, ഗ്രഹപ്രതിരോധം, പ്ലാനറ്ററി ഡിഫൻസ്. ഭൂമിയുമായി കൂട്ടിയിടിക്കാൻ സാധ്യതയുള്ള ക്ഷുദ്രഗ്രഹങ്ങളെ മുൻകൂട്ടി കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാന ലക്ഷ്യം. ഡിനോസറുകളെ ഇല്ലാതാക്കിയതുപോലുള്ള കൂട്ടിയിടി ഒഴിവാക്കാൻ വരും തലമുറയിൽ നമുക്ക് സാങ്കേതികമായി സാധിക്കേണ്ടതുണ്ട്. അർജുനയുടെ ഭ്രമണപഥം നിലവിൽ സുരക്ഷിതമാണ്. ഭൂമിയെ മുറിച്ചു കടക്കുന്ന ഭ്രമണപഥമല്ല ഇതിനുള്ളത്. എങ്കിലും ഒരു ക്വാസി സാറ്റലൈറ്റ് എന്ന നിലയിൽ അതിൻ്റെ ഭ്രമണപഥത്തിന് കാലക്രമേണ ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. അടുത്തത് സൗരയൂഥ രഹസ്യങ്ങൾ. ക്വാസി സാറ്റലൈറ്റുകൾ ഭൂമിയിൽ നിന്നോ ഭൂമിയുടെ സമീപ പ്രദേശങ്ങളിൽ നിന്നോ ഉദ്ഭവിച്ചവയാകാം.
ഇവയുടെ ഘടനയെക്കുറിച്ചുള്ള പഠനം, ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും എങ്ങനെ രൂപപ്പെട്ടു, സൗരയൂഥത്തിൻ്റെ ആദ്യകാലത്ത് ഇവയുടെ എന്തൊക്കെ വസ്തുക്കളായിരുന്നു ഉണ്ടായിരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള വിലപ്പെട്ട വിവരങ്ങൾ നൽകും. ഭാവിയിൽ ബഹിരാകാശ പര്യവേക്ഷണ ദൗത്യങ്ങൾക്കോ അല്ലെങ്കിൽ സ്പേസ് മൈനിങ്ങിനോ പോലും ഈ ക്ഷുദ്രഗ്രഹങ്ങളെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ഇവ താരതമ്യേന കുറഞ്ഞ ഊർജത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന ലക്ഷ്യങ്ങളാണ്. അർജുന ഒരു ഉദാഹരണം മാത്രമാണ്. സൂര്യനെ ചുറ്റുന്നതിനിടയിൽ ഭൂമിയുമായി താൽക്കാലികമായി ക്വാസി സാറ്റലൈറ്റ് ബന്ധം സ്ഥാപിക്കുന്ന നിരവധി ക്ഷുദ്രഗ്രഹങ്ങൾ ഉണ്ടാകാം. അവ ഓരോന്നിൻ്റെയും കണ്ടെത്തൽ നമ്മുടെ സൗരയൂഥത്തിലെ ചലനാത്മകമായ ഗുരുത്വാകർഷണ വ്യവസ്ഥയെക്കുറിച്ച് ആഴത്തിലുള്ള അറിവ് നൽകുന്നു. അർജുനെക്കുറിച്ചുള്ള കണ്ടെത്തൽ ബഹിരാകാശ പഠനത്തിന് പുതിയ വാതായനങ്ങൾ തുറന്നിടുന്നു. ഇനി വരും വർഷങ്ങളിൽ മെച്ചപ്പെട്ട ടെലിസ്കോപ്പുകളായ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് പോലുള്ളവയുടെ സഹായത്തോടെ ഈ ക്ഷുദ്രഗ്രഹത്തിൻ്റെ ഘടന, രാസഘടന, ഉപരിതല സവിശേഷതകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും. നമ്മുടെ ഗ്രഹത്തിൻ്റെ ഭ്രമണപഥത്തിന് സമീപം പതിറ്റാണ്ടുകളായി ഒരു ക്ഷുദ്രഗ്രഹം നിശബ്ദമായി നമ്മെ പിന്തുടരുന്നു എന്ന തിരിച്ചറിവ് ബഹിരാകാശത്തെ നമ്മുടെ നിരീക്ഷണങ്ങളുടെ പരിമിതികളെയും അതേസമയം സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ സാധ്യതകളെയും ഒരേ സമയം ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഒറ്റയ്ക്കല്ല. ഈ വിസ്മയകരമായ ബഹിരാകാശത്ത് എണ്ണമറ്റ സഹയാത്രികൾ നമുക്കൊപ്പമുണ്ട്. അവയിൽ ചിലത് നമ്മൾ പോലും അറിയാതെ വർഷങ്ങളായി നമ്മുടെ നിഴൽ പോലെ സഞ്ചരിക്കുന്നു. ഈ ഘട്ടത്തിൽ ഗ്രഹപ്രതിരോധത്തിൻ്റെ പ്രാധാന്യം ഒരിക്കൽ കൂടി അടിവരയിടുന്നു. നമ്മുടെ അർജുന ഇപ്പോൾ സുരക്ഷിതനാണെങ്കിൽ ബഹിരാകാശത്തിൻ്റെ വിശാലമായ ലോകത്ത് എപ്പോഴും ജാഗരൂകരായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ ക്വാസി സാറ്റലൈറ്റ് നമ്മെ പഠിപ്പിക്കുന്നത്. പുതിയ കണ്ടെത്തലുകൾക്കായി നിരീക്ഷണം തുടരുക. കാരണം പ്രപഞ്ചം അതിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ ഇനിയും കാത്തിരിക്കുന്നുണ്ടാകാം.